Hi everyone, welcome to X and Y class 9. So നമ്മളുടെ ഓണം എക്സാംസിന്റെ പ്രീവിയസ് ഇയർ സീരീസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് ഫിസിക്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ലോസ് ഓഫ് മോഷൻ, അതായത് നമ്മളുടെ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ ഒക്കെ പഠിക്കുന്ന ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്തു നോക്കാം. കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതുപോലെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. സോ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ? എ ഫോഴ്സ് is applied on a body of mass 20 kg for 2 seconds and its velocity changes from 10 meter per second to 50 meter per second. സോ നമ്മളുടെ ഒരു ബോഡിയിൽ, ഒരു ഒബ്ജക്റ്റിൽ അതിൻ്റെ മാസ് നമുക്ക് തന്നിട്ടുണ്ട് 20 കിലോഗ്രാം ആണ്. എന്നിട്ട് എന്ത് ചെയ്തു? ഈ ഒബ്ജക്റ്റിൽ 2 സെക്കൻഡ് നേരത്തേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു. സോ അവിടെ എടുത്ത ടൈം എത്രയാണ്? ടൈം ഈസ് ഈക്വൽ ടു 2 seconds. ഇനി എന്താ പറഞ്ഞത്? And its velocity changes from 10 meter per second to 50 meter per second. So ഇതിന് ഇനീഷ്യലി ഒരു വെലോസിറ്റി ഉണ്ടായിരുന്നു 10 meter per second. എന്നിട്ട് അതെന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു, അല്ലെ? ഫോഴ്സ് കൊടുത്തപ്പോൾ വെലോസിറ്റി ഇൻക്രീസ് ചെയ്തു. ഫൈനൽ വെലോസിറ്റി എത്രയാണ് പറഞ്ഞത്? 50 meter per second. സോ ഇനി നമുക്ക് എന്താ ചോദിച്ചു നോക്കാം. ദ സെയിം ഫോഴ്സ് ഇസ് അപ്ലൈഡ് ഓൺ അനദർ ബോഡി. സോ ഇതേ ഫോഴ്സ് വേറൊരു ബോഡിയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിന്റെ മാസ് 10 കിലോഗ്രാം ആണ്. And moving with a velocity 20 meter per second for 2 seconds in the direction of its motion. Calculate the final velocity. So ഇവിടെ എന്താ സംഭവിച്ചെന്ന് നോക്കാം. ആദ്യം ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, അതിന് ഇത്ര മാസ് ഉണ്ട് ആൻഡ് ഇനീഷ്യലി ഇത്ര വെലോസിറ്റി ഉണ്ട്. അതിൽ ഇത്ര ഫോഴ്സ് കൊടുത്തപ്പോൾ അതിന്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്തു. ആ ഫോഴ്സ് എത്രയാണ് നമുക്കറിയാം, അത് കണ്ടുപിടിക്കണം. ഇനി സെയിം ഫോഴ്സ് എടുത്ത് വേറൊരു ഒബ്ജക്റ്റിൽ അപ്ലൈ ചെയ്യുമ്പോൾ അതിലെന്ത് ചേഞ്ച് ഉണ്ടായി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യം അതിന് നമുക്ക് എന്ത് വേണം? നമ്മുടെ ഫസ്റ്റ് ബോഡിയിലുള്ള ഫോഴ്സ് കണ്ടുപിടിക്കണം. സോ ഇതിന് നമ്മൾ എന്താണ് നമ്മളൊരു മെത്തേഡ്? നമ്മൾ ആദ്യം തന്നിട്ടുള്ള വാല്യൂസ് ഒക്കെ നോട്ട് ഡൗൺ ചെയ്യുക. അതായത് നമുക്ക് മാസ് തന്നു, ടൈം തന്നു, ഇനീഷ്യൽ വെലോസിറ്റി തന്നു, ഫൈനൽ വെലോസിറ്റി തന്നു, ഇതൊക്കെ നമ്മൾ നോട്ട് ഡൗൺ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ചേഞ്ച് ഇൻ വെലോസിറ്റി, ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട്, ഫൈനൽ വെലോസിറ്റി ഉണ്ട്, ടൈം ഉണ്ട്. അപ്പോൾ എനിക്ക് ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ പറ്റും, അല്ലേ? സോ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു v മൈനസ് യു ബൈ ടി. സോ ഫൈനൽ വെലോസിറ്റി എത്രയാണ്? 50 മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ഈസ് 10 ബൈ എത്ര സമയം എടുത്തു? 2 സെക്കൻഡ്. സോ 50 മൈനസ് 10 എന്ന് പറഞ്ഞാൽ 40 ബൈ 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 20 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് നമ്മളുടെ ആക്സിലറേഷൻ. ആദ്യത്തെ ഒബ്ജക്റ്റിലുള്ള ആക്സിലറേഷൻ നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഫസ്റ്റ് ഒബ്ജക്റ്റിലുള്ള ഫോഴ്സ് കണ്ടുപിടിക്കാം. സോ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ, അല്ലേ? എം ഇൻറ്റു എ. സോ മാസ് നമുക്കറിയാം 20 കിലോഗ്രാം ആണ്. അതുപോലെ ആക്സിലറേഷൻ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 20 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. So this is equal to 20 into 20, 400 ന്യൂട്ടൺ. 400 ന്യൂട്ടൺ ഫോഴ്സ് ആണ് ഇവിടെ ആക്ട് ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ഫസ്റ്റ് ഒബ്ജക്റ്റിന്റെ തന്നിട്ടുള്ള ഡാറ്റ ലിസ്റ്റ് ഡൗൺ ചെയ്തു. എനിക്കറിയാം ഫോഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ മാസും ആക്സലറേഷനും വേണം. സോ മാസ് നമുക്ക് തന്നിട്ടുണ്ട്, നമുക്ക് ഈ ഡാറ്റ വെച്ചിട്ട് ആക്സലറേഷൻ കണ്ടുപിടിക്കാം. സോ ആക്സലറേഷൻ നമ്മൾ കണ്ടുപിടിച്ചു 20 ആൻഡ് 400 ന്യൂട്ടൺ ഫോഴ്സ് ആണ് ഇവിടെ ഫസ്റ്റ് ഒബ്ജക്റ്റിനുള്ളത്. ദ സെയിം ഫോഴ്സ്, ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. ദ സെയിം ഫോഴ്സ് ഈസ് അപ്ലൈഡ് ഓൺ അനദർ ബോഡി. ഇതേ ഫോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? വേറൊരു ബോഡിയിൽ അപ്ലൈ ചെയ്യണം. ആൻഡ് അതിന്റെ മാസ് 10 കിലോഗ്രാം ആണ്. മൂവിങ് വിത്ത് വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ് ഫോർ 2 സെക്കൻഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ. കാൽക്കുലേറ്റ് ദ ഫൈനൽ വെലോസിറ്റി. സോ നമുക്കിനി സെക്കൻഡ് കേസിൽ നമ്മുടെ സെക്കൻഡ് ബോഡിയുടെ മാസ് ഇസ് ഈക്വൽ ടു 10 കിലോഗ്രാം. അതുപോലെ ഇതിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ്, ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണ്? സെയിം ഫോഴ്സ് ആണല്ലേ, 400 ന്യൂട്ടൺ. യെസ്. അതുപോലെ ഇത് എത്ര നേരം അപ്ലൈ ചെയ്തു? 2 സെക്കൻഡ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ടൈം ഈസ് ഈക്വൽ ടു 2 സെക്കൻഡ്. ആൻഡ് വെലോസിറ്റി എത്രയാണ്? വെലോസിറ്റി ഈസ് ഈക്വൽ ടു 20 മീറ്റർ പെർ സെക്കൻഡ്. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഇനീഷ്യൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 20 മീറ്റർ പെർ സെക്കൻഡ്. സോ എനിക്ക് ഇവിടെ ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ എനിക്ക് ആക്സിലറേഷൻ വേണം, അല്ലേ? സോ എങ്ങനെ ആക്സിലറേഷൻ എടുക്കാം? ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു force is equal to mass into acceleration. So acceleration will be force by mass. So acceleration is equal to force എത്രയാണ്? 400 by mass എത്രയാണ്? Mass is 10 kilogram. So 400 by 10 എന്ന് പറഞ്ഞാൽ 40 meter per second square acceleration ആർക്കുണ്ട്? നമ്മളുടെ ഒബ്ജക്റ്റിനുണ്ട്. ഇനി നമുക്ക് ആക്സിലറേഷൻ കിട്ടിയാൽ നമുക്ക് ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കാം. ഫൈനൽ വെലോസിറ്റി v is equal to u plus 80. So u plus 80 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി ഈസ് 20 പ്ലസ് ആക്സലറേഷൻ എത്രയാണ്? 40 ഇൻറ്റു 2 സെക്കൻഡ് ആണ് അപ്ലൈ ചെയ്യുന്നത്. സോ 20 പ്ലസ് 80, 40 ഇൻറ്റു 2 80. സോ 100
മീറ്റർ പെർ സെക്കൻഡ്. ഇത്രയും വെലോസിറ്റി ആയിരിക്കും നമ്മുടെ രണ്ടാമത്തെ ഒബ്ജക്റ്റിനുള്ള ഫൈനൽ വെലോസിറ്റി. സോ ഇവിടെ നമ്മൾ എന്താണ് നമ്മുടെ ന്യൂട്ടൺ സെക്കൻഡ് ലോയിലുള്ള F = ma എന്ന് പറഞ്ഞ ഇക്വേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്തു, നമ്മുടെ വെലോസിറ്റി ആക്സിലറേഷൻ കണ്ടുപിടിച്ചു, ma യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മളുടെ ഫോഴ്സ് കണ്ടുപിടിച്ചു. സെയിം ഫോഴ്സ് ആണ് അപ്ലൈ ചെയ്യുന്നത്. സോ സെയിം ഫോഴ്സ് നമ്മൾ രണ്ടാമത്തെ ഒബ്ജക്റ്റിൽ അപ്ലൈ ചെയ്തു, എന്നിട്ടുള്ള ആക്സിലറേഷൻ കണ്ടുപിടിച്ചു. ആക്സിലറേഷൻ വെച്ച് നമ്മൾ എന്ത് ചെയ്തു, നമ്മളുടെ ഫൈനൽ വെലോസിറ്റിയിലേക്ക് എത്തി. സോ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? The force required to produce an acceleration of 1 meter per second square on a body of mass 1 kilogram is. So force required to produce an acceleration. എത്ര ആക്സിലറേഷൻ പ്രൊഡ്യൂസ് ചെയ്യണം? 1 meter per second square ആക്സിലറേഷൻ പ്രൊഡ്യൂസ് ചെയ്യണം. ആൻഡ് ഓൺ എ ബോഡി ഓഫ് മാസ് 1 kilogram. സോ ആ ഒബ്ജക്റ്റിന്റെ മാസ് 1 kilogram ആണ്. സോ 1 kilogram മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റിൽ 1 meter per second square ആക്സിലറേഷൻ ഉണ്ടെങ്കിൽ എത്ര ഫോഴ്സ് ഉണ്ടാവും? ഫോഴ്സ് is equal to ma, mass into acceleration. So m is equal to 1, a is equal to 1, this is equal to 1 kilogram meter per second square അല്ലെങ്കിൽ 1 ന്യൂട്ടൺ. സോ ഫോഴ്സിന്റെ SI യൂണിറ്റ്, അതായത് ഒരു കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ന്യൂട്ടൺ ആണ് അല്ലേ. സോ ദ ആൻസർ വിൽ ബി 1 ന്യൂട്ടൺ. സോ ഇവിടെ നമ്മൾ 1 എന്ന് മാത്രം എഴുതരുത്, നമ്മൾ യൂണിറ്റ് മസ്റ്റ് ആയിട്ട് എഴുതണം. സോ ഒന്നെങ്കിൽ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർസ് എന്ന് എഴുതാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, നമ്മൾ ഫോഴ്സിന്റെ യൂണിറ്റ് പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്താണ് ഫോഴ്സിന്റെ SI യൂണിറ്റ്? ന്യൂട്ടൺ. സോ 1 ന്യൂട്ടൺ ഈസ് ദ ആൻസർ. സോ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ മൂവിംഗ് കാർ ഓഫ് 1000 kilogram is given. സോ ഒരു കാർ ഉണ്ട്, അതിന്റെ മാസ് 1000 kilogram ആണ്. ഇതിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് നമുക്ക് തന്നിട്ടുണ്ട്. സോ നമുക്ക് ഇവിടെ വെലോസിറ്റി ആണ് തന്നിട്ടുള്ളത്, ഇവിടെ ടൈം ആണ് തന്നിട്ടുള്ളത്. ഫൈൻഡ് ഔട്ട് ദ ആക്സിലറേഷൻ ഓഫ് ദ കാർ. കാറിന്റെ ആക്സിലറേഷൻ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. സോ നമുക്കറിയാം, ആക്സിലറേഷൻ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കൊരു ഇനീഷ്യൽ വെലോസിറ്റി വേണം, ഒരു ഫൈനൽ വെലോസിറ്റി വേണം, അതുപോലെ ഒരു ടൈമും വേണം അല്ലേ. സോ നമ്മൾ ഗ്രാഫ് നോക്കിയാൽ ഇനീഷ്യലി ഈ കാറ് 0-ലാണ്, അതായത് 0 meter per second വെലോസിറ്റിയിൽ റെസ്റ്റിലാണ് ഉള്ളത്. ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത് 0-ലാണ്. സോ അത് കഴിഞ്ഞ് 10 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ, 10 seconds കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ വെലോസിറ്റി എന്തായി? 20 meter per second ആയി. സോ നമുക്ക് ഇതിൽ നിന്ന് എന്തൊക്കെ എടുക്കാൻ പറ്റും? നമ്മളുടെ ഇനീഷ്യൽ വെലോസിറ്റി 0 meter per second, ഇനീഷ്യലി ഇത്രയാണ് വെലോസിറ്റി ഉള്ളത്. ഇനി ഫൈനൽ വെലോസിറ്റി എത്രയാണ്? ഫൈനൽ വെലോസിറ്റി 20 meter per second. യെസ്, ഇതാണ് ഫൈനൽ വെലോസിറ്റി. ഇനി നമുക്ക് എന്തെടുക്കാം? ടൈം നോക്കിയാൽ ടൈം ഈസ് ഈക്വൽ ടു എത്രയാണ് ഇവിടെ എടുത്ത സമയം? ടൈം ഈസ് ഈക്വൽ ടു 10 seconds. സോ ടൈം ഈസ് 10 seconds. സോ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ആക്സിലറേഷൻ. സോ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു v minus u by t. So v is equal to 20, u is equal to 0, time equal to 10 seconds. So this is 20 by 10. That is equal to 2 meter per second square. So നമുക്ക് മാസ് കിട്ടി, ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു 2 meter per second square എന്ന് കിട്ടി. സോ ഇനി എന്താ ചോദിച്ചിട്ടുള്ളത്? വാട്ട് ഈസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ് ബൈ ദ കാർ? ഈ കാറിന്റെ മേലെ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്കറിയാം, ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ന്യൂട്ടൺ സെക്കൻഡ് ലോ അനുസരിച്ച് ഇറ്റ് ഈസ് മാസ് ഇൻറ്റു ആക്സിലറേഷൻ. സോ ഇറ്റ് ഈസ് മാസ് ടൈംസ് ആക്സിലറേഷൻ. സോ മാസ് ഇസ് ഈക്വൽ ടു 1000 kilogram into acceleration is 2 meter per second square. That is equal to 2000 kilogram meter per second square. That is force is equal to 2000 Newton. സോ നമ്മുടെ ഈ ചാപ്റ്ററിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്താ വെച്ചാൽ നമ്മുടെ യൂണിറ്റുകളാണ്. സോ നമ്മൾ ആക്സിലറേഷൻ, വെലോസിറ്റി, ടൈം, അതുപോലെ ഫോഴ്സ്, മൊമെൻറ്റം ഒക്കെ നമ്മൾ എഴുതുമ്പോൾ അതിൻ്റെ യൂണിറ്റ് നമ്മൾ ഒരിക്കലും തെറ്റിക്കരുത്. സോ ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്താണ്? മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. സോ മാസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? കിലോഗ്രാം ആണ്. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. സോ ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അല്ലെങ്കിൽ നമ്മൾ എന്താ എഴുതുക? ന്യൂട്ടൺസ്. സോ ഇവിടെ നമ്മുടെ ഫൈനൽ ആൻസർ വരുന്നത് acceleration is 2 meter per second square and force is 2000 newtons.